ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്ത് ഇതുവരെ ഏറ്റവും ഉയർന്ന കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ ഉള്ള താരമാരാണ്? അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇതുവരെ നടന്ന എല്ലാ ട്രാൻസ്ഫറുകളുടെയും ആകെ തുക ഉൾപ്പെടുത്തുന്നതാണ് കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ വരുന്നത്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ നടന്ന ട്രാൻസ്ഫറുകളുടെ ആകെ തുക വരുന്നത് 400 മില്യൺ യൂറോയാണ്. നെയ്മറെ തകർക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. നെയ്മറുടെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്. ആകെ 400 മില്യൺ യൂറോയുടെ ഒരു കച്ചവടമാണ് നെയ്മർ ജൂനിയർ വഴി നടന്നിട്ടുള്ളത്. നമുക്കറിയാം, 2013 FC ബാഴ്സലോണ സാന്റോസിൽ നിന്നും നെയ്മറെ സ്വന്തമാക്കിയത് 88 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ്. പിന്നീട് 2017 PSG താരത്തെ വിറ്റത് ഒരു ലോക റെക്കോർഡ് തുകക്കാണ്. 222 മില്യൺ യൂറോയാണ് അന്ന് FC ബാഴ്സലോണയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ റെക്കോർഡ് തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നീട് 2023 അൽ ഹിലാൽ PSG നിന്നും ഈ താരത്തെ സ്വന്തമാക്കിയത് 90 മില്യൺ യൂറോക്കാണ്. അങ്ങനെ ആകെ 400 മില്യൺ യൂറോയുടെ ഒരു ട്രാൻസ്ഫർ ആണ് നെയ്മർ വഴി ആകെ നടന്നിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് നെയ്മർ ആണ്. രണ്ടാം സ്ഥാനത്ത് റൊമേലു ലുക്കാക്കു വരുന്നു. 369 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് വരുന്നത്. ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടിയും റൊമേലു ലുക്കാക്കു കളിച്ചിട്ടുണ്ട്. ഇന്റർ മിലാൻ, ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരുടെയൊക്കെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരമാണ് റൊമേലു ലുക്കാക്കു. ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 247 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ വരുന്നത്. നമുക്കറിയാം, റയൽ മാഡ്രിഡിന് വേണ്ടിയും യുവന്റസിന് വേണ്ടിയും അൽ നസറിന് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2 തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ 247 മില്യൺ യൂറോയുടെ ഒരു കച്ചവടമാണ് അദ്ദേഹം വഴി നടന്നിട്ടുള്ളത്. നാലാം സ്ഥാനത്ത് അലക്സാണ്ടർ ഇസാക്ക് വരുന്നു. 246 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ വരുന്നത്. ലിവർപൂൾ ഇത്തവണ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഒരു വലിയ തുകക്കാണ്. നേരത്തെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ താരമായിരുന്നു അദ്ദേഹം. അഞ്ചാം സ്ഥാനത്ത് ഡെംബലെ വരുന്നു. 233 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് വരുന്നത്. PSG, FC ബാഴ്സലോണ, ബൊറൂസിയ ഡോർട്ട്മുണ്ട് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡെംബലെ. ഏതായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു കണക്കാണ് ഇത്. നെയ്മർ ജൂനിയറെ കടത്തിവെട്ടാൻ ഇപ്പോഴും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.